ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 150 വാല്യം 4 ഈശോ നസ്രത്തിൽ. മകനെ, ഞാൻ നിന്നോടൊപ്പം വരുന്നു. ഈശോ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടുന്ന് നസ്രത്തിനടുത്തുകൂടിയുള്ള പ്രധാന വീതിയിലൂടെ അതിവേഗത്തിൽ നടക്കുകയാണ്. നസ്രത്തിൽ പ്രവേശിച്ച അവിടുന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് നടന്നു നീങ്ങി. വീടിനോടടുത്തപ്പോൾ അവിടുന്ന് തന്റെ അമ്മയെ കണ്ടു. അമ്മയും വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. കൂടെ ഒരു കെട്ട് വിറകുമായി അനന്തരവനായ സൈമണും ഉണ്ടായിരുന്നു. അമ്മേ, ഈശോ വിളിച്ചു. മേരി അത്ഭുതപൂർവ്വം ചുറ്റും നോക്കി. ഓ, എന്റെ അനുഗ്രഹീതനായ മകൻ! അവർ പരസ്പരം ഓടിയടുത്തു. സൈമൺ വിറക് കെട്ട് താഴെയിട്ടിട്ട് ഈശോയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അമ്മേ, ഞാനിതാ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ മകനെ, എന്നാലും ഞാൻ യാചിച്ചാൽ മാത്രമേ നീ ഇങ്ങോട്ട് വരികയുള്ളൂവെങ്കിൽ അത് കഷ്ടമാണ്. ഞാൻ ഒന്ന് പറയാം. രക്തബന്ധത്തിന്റെ വിളി കേൾക്കാൻ ഞാനും നീയും ബാധ്യസ്ഥരാണ്. അത് നിന്റെ ദൗത്യത്തെ മറന്നുകൊണ്ടാവരുതെന്നേയുള്ളൂ. അമ്മേ, അങ്ങനെയല്ല. ഞാനിപ്പോൾ വന്നതിന് വേറെ കാരണവുമുണ്ട്. ശരിയാണോ മോനെ? അതൊക്കെ വെറും അപവാദ പ്രചരണങ്ങളാണെന്ന് ഞാൻ കരുതിയിരുന്നു. നിന്നോട് ആർക്കും ഒട്ടും വെറുപ്പ് തോന്നരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കണ്ടമിടറിക്കൊണ്ട് ഇത്രയും പറഞ്ഞപ്പോഴേക്കും മേരിയുടെ കണ്ണ് നിറഞ്ഞു. അമ്മേ, കരയരുത്. എനിക്കത് വലിയ വിഷമമാണ്. അമ്മ പുഞ്ചിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ശരി മോനെ, നീ പറഞ്ഞത് നേരാണ്. നീ ഒട്ടേറെ ശത്രുക്കളുടെ ദുർമുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സ്നേഹപൂർവ്വം പുഞ്ചിരിക്കുന്ന ഒരു മുഖം കാണാൻ നീ വളരെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. മേരി ഈശോയുടെ അടുത്ത് ചെന്ന് തല കുനിച്ചു നിന്നു. ഈശോ അമ്മയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പതുക്കെ വീട്ടിലേക്ക് നടന്നു. ഈശോയുടെ മനസ്സിലെ സകല ദുഃഖവും നീക്കത്തക്ക വിധം അമ്മ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ശമയോൻ ഈശോയുടെ ഭാണ്ഡവുമെടുത്ത് അദ്ദേഹത്തെ അനുഗമിച്ചു. അമ്മേ, അമ്മ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. അവർ അമ്മയെ വളരെ വിഷമിപ്പിച്ചോ? അമ്മയ്ക്ക് സുഖമായിരുന്നില്ലേ? ഒരുപാട് ജോലി ചെയ്താണോ അമ്മ ക്ഷീണിച്ചത്? അല്ല മോനെ, ആരും എന്നെ വിഷമിപ്പിച്ചില്ല. നീ എന്റെ അടുത്തു നിന്നും വളരെ ദൂരത്താണ്. പിന്നെ അവർ നിന്നെ സ്നേഹിക്കുന്നുമില്ല. ഇത് മാത്രമാണ് എന്നെ വിഷമിപ്പിച്ചത്. ഇവിടെ എല്ലാവരും എന്നോട് വളരെ കാര്യമായിട്ടാണ് പെരുമാറുന്നത്. മേരിയുടെയും അൽഫേയൂസിന്റെയും കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. അവരെപ്പറ്റി നിനക്കറിയാമല്ലോ. പിന്നെ ശമയോന്റെ കാര്യമാണ്. അവൻ എത്ര നല്ലവനാണെന്ന് നിനക്കറിയാമല്ലോ. എപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ്. ഇക്കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അവൻ എന്നെ സഹായിച്ചുകൊണ്ടാണിരുന്നത്. അവനാണിപ്പോൾ എനിക്ക് വിറക് തരുന്നത്. അവൻ അത്രയ്ക്ക് നല്ലവനാണ്. അതുപോലെ തന്നെയാണ് ജോസഫിന്റെ കാര്യവും. അവർക്കെല്ലാം അവരുടെ മേരിയെപ്പറ്റി പരിഗണനയുണ്ട്. ദൈവം ശമയോനെയും ജോസഫിനെയും അനുഗ്രഹിക്കട്ടെ. ശമയോനെ, നീ മിശിഹ എന്ന നിലയിൽ എന്നെ സ്നേഹിക്കാത്തത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ക്രമേണ ക്രിസ്തുവെന്ന നിലയിൽ തന്നെ നീ എന്നെ സ്നേഹിക്കും. എന്നാൽ എന്റെ മാതാവിനെ സ്നേഹിക്കാതിരുന്നാൽ ഞാൻ അത് എങ്ങനെ ക്ഷമിക്കും? കർത്താവേ, അവിടുത്തെ മാതാവിനെ സ്നേഹിക്കേണ്ടത് തന്നെയാണ്. അത് സമാധാനം തരുന്നതുമാണ്. അങ്ങയോടും ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങയെ ശരിക്കും ഭയമാണ്. ശരിയാണ്, മാനുഷികമായ നിലയിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഭാവിയിൽ മറ്റൊരു തരം സ്നേഹം നിങ്ങൾക്കുണ്ടാവും. മകനെ, നീയും വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, മേരി പറഞ്ഞു. ശരിയാണ്, അങ്ങയെ കണ്ടിട്ട് കുറെ കൂടി പ്രായം ചെന്നതായി തോന്നുന്നു. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, ശമയോൻ അഭിപ്രായപ്പെട്ടു. അവർ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ വിറക് കെട്ട് യഥാസ്ഥാനത്ത് വച്ചിട്ട് ശമയോൻ ഔചിത്യപൂർവ്വം വെളിയിലിറങ്ങി. മകനെ, നാം ഇപ്പോൾ തനിച്ചേ ഉള്ളൂ. ആ സത്യം എന്നോട് തുറന്നു പറയൂ. ഉള്ളത് മുഴുവൻ പറയൂ. അവർ എന്തിനാണ് നിന്നെ ഓടിച്ചു വിട്ടത്? ഈശോയുടെ തോളുകളിൽ പിടിച്ച്
അവിടുത്തെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മേരി ചോദിച്ചു. ഈശോ കരുണാപൂർവം പുഞ്ചിരിച്ചു. എങ്കിലും വിഷാദത്തോടെ ഇപ്രകാരം പറഞ്ഞു. മനുഷ്യനെ സത്യസന്ധതയിലേക്കും നീതിയിലേക്കും യഥാർത്ഥ മതത്തിലേക്കും മടക്കിക്കൊണ്ടുവരുന്നതിന് ഞാൻ ശ്രമിച്ചു. അതാണ് കാരണം. എങ്കിലും ആരാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്? ജനങ്ങളാണോ? അമ്മേ, അവരാരുമല്ല. ചുരുക്കം ചില നല്ലവരൊഴിച്ച് ബാക്കിയുള്ള പരീശന്മാരും ശാസ്ത്രിമാരുമാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അവരെ ചൊടിപ്പിക്കത്തക്ക വിധം നീ എന്താണ് ചെയ്തത്? അവരോട് ഞാൻ സത്യം പറഞ്ഞു. അവരുടെ കാഴ്ചപ്പാടിൽ അതാണല്ലോ ഏറ്റവും വലിയ തെറ്റ്. തങ്ങളുടെ കുറ്റപ്പെടുത്തലിനെ ന്യായീകരിച്ച് അവർ എന്താണ് പറയുന്നത്? അവർ കള്ളം പറയുന്നു. അവരെപ്പറ്റി അമ്മയ്ക്കറിയാമല്ലോ. അതുപോലെ മറ്റു പലർക്കും അറിയാം. മകനെ, നീ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞോളൂ. നിന്റെ എല്ലാ ദുഃഖവും എന്റെ മാറിടത്തിലേക്ക് ഇറക്കി വയ്ക്കൂ. ഏതു ദുഃഖവും താങ്ങാൻ കരുത്തുള്ളതാണ് അമ്മയുടെ ഹൃദയം. മകന്റെ മനസ്സിന് ആശ്വാസം പകരാൻ വേണ്ടി ദുഃഖം പേറുമ്പോഴാണ് മാതൃഹൃദയം സന്തോഷിക്കുന്നത്. മകനെ, നിന്റെ ദുഃഖങ്ങൾ എനിക്ക് തരൂ. നീ കുഞ്ഞായിരുന്നപ്പോൾ ചെയ്തതുപോലെ നിന്റെ എല്ലാ പ്രയാസങ്ങളും എനിക്ക് വിട്ടുതരൂ. ഈശോ മാതാവിന്റെ പാദങ്ങളോട് ചേർന്ന് ഒരു താഴ്ന്ന പീഠത്തിൽ ഇരുന്നു കഴിഞ്ഞ് ഏതാനും മാസം യൂദയായിൽ ചെലവഴിച്ച കാലത്തെ കഥകൾ ഒട്ടും വിട്ടുകളയാതെ വിവരിച്ചു. തന്റെ നീലക്കണ്ണുകളിൽ തിളങ്ങി നിന്ന കണ്ണീർ കണങ്ങളെ നിഷ്പ്രഭമാക്കത്തക്ക വിധം ധീരതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയുടെ ശിരസിൽ തലോടി മകന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകളെ വീണ്ടെടുക്കാൻ വേണ്ടി അവരെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഈശോ സൂചിപ്പിച്ചു. എന്നാൽ ആ പുരുഷന്മാരുടെ ദുഷ്ടത മൂലം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവിടുന്ന് പരിഭവിച്ചു. മാതാവ് സമ്മതപൂർവം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് നീ നിഷേധിക്കരുത്. ഇപ്പോൾ മുതൽ നീ ദൂരെ പോകുമ്പോൾ ഞാനും നിന്നെ അനുഗമിക്കും. ഏത് സമയത്തായാലും ഏത് കാലാവസ്ഥയിലായാലും ഞാൻ നിന്റെ കൂടെ വരും. നിന്റെ നേരെ തെറ്റായ കുറ്റാരോപണങ്ങൾ ചൊരിയുന്നത് ഞാൻ തടഞ്ഞുകൊള്ളാം. ഞാൻ കൂടെ ഉണ്ടായാൽ തന്നെ കുറ്റാരോപണത്തിന് ആരും തുനിയാനിടയില്ല. നമ്മുടെ ചാർച്ചക്കാരിയായ മേരിയും നമ്മോടൊപ്പം വരും. അവൾക്കും നിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. സാത്താനും ലോകത്തിനും എതിരായി ദൈവപുത്രനോടൊപ്പം വേണ്ടത് ഒരു മാതൃഹൃദയമാണ്.